ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ച ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതിൽ ഞാൻ ഒരു ചെറിയ കട്ടിംഗ് പോർഷൻ മിസ്സായിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 15 അല്ലെങ്കിൽ 16 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ഫാബ്രിക്ക് 1.5 ഇഞ്ച് വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കട്ടിങ്ങിൽ ആഡാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൽ ആഡാക്കിയിട്ട് ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് 1.5 ഇഞ്ച് വീതിയിൽ നിങ്ങളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിലേക്ക്, അതിൻ്റെ നെക്ക് ഏരിയയിലേക്ക് ഒരു 1/4 ഇഞ്ച് വെച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ്ങിലാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ചെറിയ ഞൊറിവ് വെച്ചിട്ട് ആ ഒരു നെക്ക് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കാണ് ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു നെക്ക് ഏരിയയിൽ കൂടി നമ്മൾ എവിടെ കൂടിയാണോ സ്റ്റിച്ച് ചെയ്തത് ആ ഒരു ഏരിയയിൽ കൂടിയിട്ട് തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഞൊറിവ് രണ്ടിൻ്റെ ഇടയിലും വരുന്ന രീതിയിൽ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്കിത് വളരെ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് വീഡിയോസ് നെക്സ്റ്റ് പാർട്ട് തൊട്ട് ആഡ് ചെയ്യാം. ഇത്രയും ക്ലാരിറ്റിയും എന്ന് വെച്ചാൽ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കാരണം അത് ബിഗിനേഴ്സിനും കൂടി ഇൻക്ലൂഡ് ആക്കിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലെ ലെങ്ത്ത് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ എത്താതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ആ കോർണേഴ്സിൽ മാത്രം ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. നോച്ചസ് ഇടുമ്പോഴും സ്റ്റിച്ചിങ്ങിൽ എത്താതെ വേണം നോച്ചസ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലൈനിങ് ഉള്ളിലേക്ക് മടക്കിയെടുക്കാം. ഇപ്പം നമ്മൾ രണ്ടിൻ്റെ ഇടയിലും വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ. സോറി, അത് നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. പക്ഷേ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ രണ്ടിൻ്റെ നെക്കും ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കും നമ്മുടെ ലൈനിങ് ഫാബ്രിക്കും ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കണം. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ വെച്ച് അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇതെങ്ങനെയാണ് ഷോൾഡർ ജോയിനിങ് കാണാതെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ചെന്ന് കണ്ടു നോക്കുക. പിന്നെയും റിപ്പീറ്റായിട്ട് കാണിക്കാത്തത് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോളൊന്ന്, നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ആം ഹോളൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ മാക്സിമം നമ്മുടെ സ്റ്റിച്ചിങ് ഏരിയ കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഷോൾഡർ ജോയിനിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത എല്ലാ ചലഞ്ചസ് വീഡിയോസിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. നമ്മളിതാ ആം ഹോള് മെയിൻ ഫാബ്രിക്കിൻ്റെ ആം ഹോളും കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ലൈനിങ് ഫാബ്രിക്കും നമ്മുടെ മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്ത് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ മെയിൻ ഫാബ്രിക്കിൽ എക്സ്ട്രാ വരുന്ന പോർഷൻസും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ടെടുക്കണം. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത്. ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം.
സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യുന്നതും നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് കാണാത്ത രീതിയിലാണ് ആ ഒരു സ്കേർട്ട് പോർഷനും നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ് പോർഷനും മെയിൻ ഫാബ്രിക്കും എടുക്കുക. നമ്മൾ ആം ഹോള് ഒരു ഇഞ്ച് താഴ്ത്തി ഇതിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ യോക്കിൽ ചേർത്ത് വെച്ചിട്ട് നോർമലി നമ്മൾ പ്ലീറ്റ് ഇടുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത്തുള്ള ത്രെഡ് വെച്ചിട്ട് പ്ലീറ്റ്സ് ചെയ്യുന്ന പോലെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ച് താഴത്തേക്ക് നമ്മൾ ആം ഹോളിൻ്റെ കർവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയയാണ്. ഇത് നമുക്ക് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ ആ ഒരു ലൈനിങ് ഫാബ്രിക് തേച്ചെടുക്കണം. രണ്ട് സൈഡിലും നമുക്ക് തേച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ തേച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് കാണുന്ന രീതിയിലാണ് നമ്മളത് തേച്ചെടുത്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഉൾവശത്ത് സ്റ്റിച്ചിങ് ഒന്നും കാണാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ സ്കേർട്ട് പോർഷനാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ ഒരു ഏരിയ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്ക് ഈ ഒരു ഞൊറിവ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിതിൽ ജസ്റ്റ് ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോക്കിൻ്റെ അവിടെ ഫ്രണ്ടിൽ മാത്രം ചെറിയൊരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുക്കുക. ആ ഒരു യോക്കിൽ ആ ഒരു ലേസ് വയ്ക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ആ കളറിന് മാച്ചിങ് ആയിട്ടുള്ള ലേസ് തന്നെയാണ് ഇതിൽ വെക്കുന്നത്. കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളറോ വൈറ്റോ ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് വെക്കാം. ഇതാ നമ്മൾ അതിൻ്റെ സ്കേർട്ട് പോർഷനും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാണ്. അപ്പോൾ നിങ്ങൾക്കിത് തുറന്ന് കാണിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആ ഒരു രണ്ടിൻ്റെ ഞൊറിവും ഒരേപോലെ, അതായത് രണ്ട് മെറ്റീരിയലിൻ്റെ ഇടയിലും വരുന്ന രീതിയിലാണ് ആ ഒരു ജോയിനിങ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസിലും ഞാൻ ഈ സെയിം മെത്തേഡ് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിൽ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഉൾവശം ഇങ്ങനെ നല്ല പെർഫെക്റ്റ് നീറ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ ഷോൾഡർ ജോയിനിങ് കാണാത്ത പോലെ ഈ ഒരു യോക്കിൻ്റെ ജോയിനിങ്ങും കാണാത്ത രീതിയിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. കാരണം കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം സ്റ്റിച്ചസ് കാണാത്ത രീതിയിൽ അവരെ കംഫർട്ടബിൾ ആക്കാനുള്ള രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ഇടയിലേക്ക് വരുന്ന രീതിയിൽ വേണം അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ സ്ലീവിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി തേച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഇൻ്റർലോക്കും ചെയ്യേണ്ട ആവശ്യം വരില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡ്രസ്സ് കിടക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്റ്റിച്ച് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. കാരണം കുട്ടികൾ ഇട്ട് ഒന്ന് ചിരിച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് മെയിൻ. അപ്പോൾ ഇറിറ്റേഷൻ ഇല്ലാതെ തയ്യലൊന്നും കൊള്ളാതെ
സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇത് ജോയിൻ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഫുള്ള് സ്റ്റിച്ചിങ്ങും 2 ഫാബ്രിക്കിൻ്റെയും, അതായത് ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിലായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ ഉടുപ്പ് കിടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കുത്തിക്കൊള്ളാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോട്ടൺ ഉടുപ്പ് വെച്ചും നമുക്കിത് ചെയ്യാം, പക്ഷെ ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കോട്ടണിൽ ചെയ്യുമ്പോഴും ചെറിയൊരു ലൈനിങ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഉള്ളിലും നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇനി ഏത് ഡ്രസ്സിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടത്, ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചലഞ്ചസ് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്